కుకట్పల్లిలోని మలయాళీస్ వెల్ఫేర్ అసోసియేషన్ వారు ఓనం సెలబ్రేషన్స్ ను ఎంఎం గార్డెన్ లో ఘనంగా నిర్వహించారు. ఈ కార్యక్రమానికి ముఖ్య అతిథిగా కుకట్పల్లి కార్పొరేటర్ నరసింహ యాదవ్, 9వ నిజాం డాక్టర్ రమణకరియర్ ఖాన్ హాజరయ్యారు. వారు మాట్లాడుతూ హైదరాబాద్ లో మలయాళీస్ అందరూ ఒకే చోట కలిసి పాటలు నృత్యాలతో ఎంతో ఆనందంగా ఓనం పండుగను ఆహ్లాదకరమైన వాతావరణంలో జరుపుకోవడం చాలా సంతోషమైన విషయమని అన్నారు. అసోసియేషన్ సలహాదారుడు సురేందర్ నాయర్, కార్యదర్శి బాబు ఉన్ను పాల్గొన్నారు. Give a big applause to him. സ്ക്രീൻ പോലെ ഡൽ ചെയ്യാൻ 3 വർഷമായി ചെയർമാൻ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന എപ്പോഴും സുസ്മേരായി BMW അസോസിയേഷന് വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും ഉള്ളവർക്ക് ഒരു ഫോൺ കോൾ ചെയ്ത് അവരുടെ വിഷമം പറഞ്ഞാൽ സഹായം എത്തിക്കുന്ന നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ് അദ്ദേഹം. അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ എത്തിയാൽ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നോ പറയാൻ സാധിക്കുകയില്ല. കാരണം മറ്റുള്ളവരുമായി അദ്ദേഹത്തിനുള്ള ബന്ധം അതാണ്. ആ ഒരു നല്ല സംഘാടകനായ അദ്ദേഹം NSKKയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. കൂടാതെ ഹൈദരാബാദിലെ സാമൂഹിക സേവന രംഗത്ത് അവിഭാജ്യ ഘടകമായ അദ്ദേഹം NSKK, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തുടങ്ങിയ വിവിധ സംഘടനകളിൽ തന്റെ പ്രവർത്തന മികവ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. BMW രൂപീകൃതമായ കാലഘട്ടം മുതൽ അദ്ദേഹം സംഘടനയോടൊപ്പമുണ്ട്. BMW-ന്റെ സ്ഥാപക അഡ്വൈസറായ അദ്ദേഹം BMW-നെ ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സെക്രട്ടറി ശ്രീ ബാബു ഉണ്ണോണി സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആകെ നമ്മുടെ മെമ്പർമാർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു കയ്യടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന മുൻ BMW സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചിരുന്ന ശ്രീ N. റൊണാൾഡ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ശ്രീ T. പത്മനാഭൻ, ഒരു കണ്ണൂർക്കാരി നായർ, വൈസ് ചെയർമാൻ ശ്രീ മാത്യു കോശി, സെക്രട്ടറി ശ്രീ ബാബു ഉണ്ണുണ്ണി, പ്രോഗ്രാം കൺവീനർ ശ്രീ NJ റൈനോൾ, ജോയിന്റ് സെക്രട്ടറി ശ്രീ T. പത്മനാഭൻ, ട്രഷറർ ശ്രീ വൈസ് ചെയർമാൻ ശ്രീ മാത്യു കോശി, അതുപോലെ തന്നെ നമ്മുടെ BMW അഡ്വൈസറായ ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ, ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ സുന്ദരേശൻ സാർ എന്നിവരാണുള്ളത്. നല്ലൊരു കൈയടി നമ്മുടെ പ്രോഗ്രാമിന്റെ തുടക്കമാണ്. അടുത്തതായി ഏത് പരിപാടിയും നടക്കുമ്പോഴും നമ്മൾ നിലവിളക്കോടൊത്തി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ? പ്രാർത്ഥനയുമായി എത്തുന്നു NSKKയിലെ കുട്ടികളായ നക്ഷത്ര ആൻഡ് രാജമല്ലേശ്വരി. പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കിടക്കാം. വേദിയിലും സദസ്സിലും ഉപസ്ഥിതരായിരിക്കുന്ന ബഹുമാനരെ ഏവർക്കും എൻ്റെ നമസ്കാരം.
തിരുവോണം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ടും നമ്മൾ ഹൈദരാബാദ് മലയാളിയുടെ മനസ്സിൽ നിന്ന് ഇന്നും ആഘോഷങ്ങളുടെ ആരവും വിട്ടുമാറിയിട്ടില്ല. ഓണം എന്നത് വെറും ഒരു ആഘോഷമല്ല, നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ആഘോഷമാണ്. മഹാബലി ചക്രവർത്തിയുടെ സ്വർണ്ണഭരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനങ്ങൾ നമ്മെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നുചേരുന്ന ഈ ദിനം നമ്മുടെ സാമൂഹിക ഐക്യത്തിന് പ്രതീകവും കൂടിയാണ്. പ്രളയവും മഹാമാരിയും ഉരുളുപൊട്ടലും നമ്മളെയും നമ്മുടെ ജന്മനാടിനെയും തളർത്തിയെങ്കിലും നമ്മുടെ മനസ്സുകളിൽ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നട്ടുവളർത്തുവാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. സമൂഹത്തിലെ അവസരയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാകണം. അവരുടെ ജീവിതത്തിലും ആഘോഷങ്ങളുടെ സന്തോഷം പകരാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. അതിനാകണം നമ്മൾ മുൻകൈ എടുക്കണം. കൂട്ടായ്മ എന്നതുകൊണ്ട് നാം ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആകണം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വളരെ ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ ജാതിമത ഭേദം എന്നുള്ളൊരു വാക്ക് ഞാനിവിടെ സൂചിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഓണാഘോഷം കൊണ്ടാടുന്നത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ ഓണം. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണറോ നമ്മുടെ കാൻസർ നമ്മുടെ കൂടെ ഉണ്ട്, സ്പെഷ്യൽ ഗസ്റ്റാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് കാൻസറിനെ കിട്ടിയത്. സ്പെഷ്യൽ താങ്ക്സ് ഫോർ അവർ കാൻസർ ഫോർ ടുഡേ ഓണം, our BMW Bombay Malayali Welfare Association, and special thanks for you. രണ്ടാമത് BMW പറ്റി പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. സ്വാഗത പ്രസംഗം ഞാൻ പറയുന്നതിന് മുമ്പ് BMW എങ്ങനെ ഉണ്ടായി എന്നുള്ളത്, ഇനി അതിന്റെ നമ്മുടെ ദീർഘവീക്ഷണം എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓൾറെഡി നമ്മുടെ അനൗൺസർ രജിത മാഡം പറഞ്ഞു, ഓൾറെഡി കുറച്ച് പേര് കൂടി നമ്മുടെ ഭോവൻപള്ളിയിൽ ഒരു മലയാളി അസോസിയേഷൻ വേണമെന്ന് ആലോചിച്ചു. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഭോവൻപള്ളി മലയാളി വെൽഫെയർ അസോസിയേഷൻ എന്ന ഒരു സംഘടന നമ്മൾ രൂപീകരിക്കുകയുണ്ടായി. അതിന്റെ ആദ്യഘട്ടം നമ്മുടെ വേണുഗോപാൽ സാർ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മുൻപിലിരിക്കുന്ന അർപ്പുങ്ങ സാറ് പ്രായമായി എങ്കിലും ഒരിക്കലും നമുക്ക് മറക്കാൻ ഒക്കത്തില്ല. കാരണം നമ്മുടെ കൊച്ചുനാളിൽ നമ്മൾ പറയാറുണ്ട് തലമുറകൾ കൈമാറണം എന്നുള്ളത്. ഇപ്പോൾ അർപ്പുങ്ങ സാറിന്റെ ആരോഗ്യം നിങ്ങൾക്കറിയാം. പക്ഷേ എല്ലാ ഉപദേശങ്ങളും എല്ലാ സമയത്തും തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ BMW നമ്മള് ഇവിടെ ആരംഭിച്ചത് ഏകദേശം 13ാമത്തെ ഓണാഘോഷമാണ് നമ്മളിപ്പോൾ ഈ സമയത്ത് ഇവിടെ കൊണ്ടാടുന്നത്. പല സംഘടനകളും ഉണ്ട്, നിങ്ങൾക്കറിയാം. ഏകദേശം 41-42 സംഘടനകളുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും ഭോവൻപള്ളി മലയാളി വെൽഫെയർ അസോസിയേഷൻ തുടങ്ങിയിട്ട് 13 വർഷക്കാലത്ത് നമ്മുടെ ഉയർച്ച എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സ്വന്തമായിട്ടൊരു ഓഫീസ് നമ്മൾ ഈ 13 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചത് ഭോവൻപള്ളി മലയാളി വെൽഫെയർ അസോസിയേഷന്റെ സംഘാടകരുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ്. അത് നമുക്ക് ഒരിക്കലും സ്മരിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മള് പല കാര്യങ്ങളും ആലോചിക്കണം. BMW എന്നുള്ളൊരു സംഘടന നിങ്ങളും ചിന്തിക്കേണ്ടത്, നമ്മളിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, എന്തിനാണ് സംഘടനകൾ കൂടുന്നത്? ഒരു സംഘടന പോരെയോ 2 സംഘടന പോരെയോ എന്നൊക്കെ പല പ്രാവശ്യവും ജനങ്ങൾ ആലോചിക്കാറുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തലമുറകള് നമ്മൾ നോക്കുമ്പോൾ, ഞാനിപ്പോൾ സീനിയർ സിറ്റിസണായി 60 കഴിഞ്ഞു കേട്ടോ. നമ്മളെ ഇനിയുള്ള പിന്നിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ കൊണ്ടു നടക്കും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും.
കാരണം നമ്മുടെ ഈ തലമുറ നമ്മൾ എല്ലാം കണ്ട തലമുറയാണ്. ഇനിയുള്ള തലമുറകൾക്ക് എന്താണ് ഈ അസോസിയേഷൻ, എന്തിനാണ് ഈ അസോസിയേഷൻ? നമുക്ക് ജോലി ഭാരങ്ങൾ കൂടുതലുണ്ട്, അതുകൊണ്ട് ഒരു ഞായറാഴ്ച കിട്ടുന്ന സമയം നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന കാലം. അതല്ല നമ്മൾക്ക് വേണ്ടുന്നത്. നമ്മുടെ ഈ ഓണാഘോഷങ്ങൾ കൊണ്ടാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാഹോദര്യം എന്ന് പറയുന്ന വാക്കൽ എവിടെ പോയി, സന്തോഷം എന്ന് പറയുന്ന വാക്കൽ എവിടെ പോയി, നമ്മൾ വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വളർന്നു, ഒരുപാട് വളർന്നു. നമ്മൾ ജീവിച്ച കാലം സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ലായിരുന്നു. അന്നാണ് അപ്പച്ചന്മാരും അമ്മച്ചിമാരും അല്ലെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം അവരുടെ ജീവിതം 90-100 വയസ്സൊക്കെയായിരുന്നു അവരുടെ മരണം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രായം 60, 65, 70 ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ വളരെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് അറിയാമോ? സയൻസ് ആൻഡ് ടെക്നോളജി എത്രയും വളർന്നപ്പോൾ, നമ്മുടെ ബുദ്ധി കൂടിയപ്പോൾ നമ്മുടെ ആയുസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ സാഹോദര്യ ഗുണങ്ങൾ എവിടെ പോയി എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ കൊച്ചുനാളിലൊക്കെ 7, 8, 10 മക്കളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 2. ഈ 2 പേരും ചിലപ്പോൾ ചില ഭവനങ്ങളിൽ അപ്പന്റെ അമ്മയുടെയും കൂടെ കാണും, അല്ലെ അച്ഛന്റെ അമ്മയുടെ കൂടെ കാണും. അത് ചില ഭവനങ്ങളിൽ ഉണ്ടെങ്കിലും അവരുടെ സെപ്പറേഷൻ ആയിരിക്കും. അച്ഛന്റെ അമ്മയുടെയും അല്ലെങ്കിൽ അപ്പന്റെ അമ്മയുടെയും കൂടെ കാണത്തില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരും മാതാക്കന്മാരെല്ലാം പറയുമായിരുന്നു, എന്ത് നമുക്ക് മക്കൾക്ക് വേണ്ടി സ്വരൂപിക്കണം, മക്കൾക്ക് വേണ്ടി സ്വരൂപിക്കണം. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ മക്കൾക്ക് വേണ്ടി ഒന്നും സ്വരൂപിച്ചു വെക്കരുത്, ഒരു പൈസ പോലും സ്വരൂപിച്ചു വെക്കരുത്. കാരണം നമ്മൾ മൊത്തം അനാഥരായിട്ട് ഓൾഡ് ഏജ് ഹോമിലായിരിക്കും നമ്മുടെ ജീവിതം. നമ്മൾ മറക്കരുത്, നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിത് പറയാൻ ഇച്ചിരി സമയമെടുക്കും, ഞാൻ പറയുന്ന നമ്മുടെ ആൾക്കാരെല്ലാവരും അറിയണം. ഞങ്ങൾ 6 മക്കളാണ്. ചിലപ്പോ അമ്മ പറയും, ഇപ്പൊ 1 മക്കളെ 2 മക്കളെ വളർത്താൻ നമ്മൾ എന്ത് പ്രയാസപ്പെടുത്തുന്ന 6 മക്കളും 7 മക്കളും 8 മക്കളുമാണ്. ചിലപ്പോൾ പുഴുക്കൊക്കെ പുഴുകുമ്പോൾ പാത്രത്തിൽ അടിയിൽ എണ്ണ തേച്ച് വെക്കും. കാരണം അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി ഒട്ടിയിരിക്കും അതിനകത്ത്. ആ ഒട്ടിയിരിക്കുന്ന പുഴുക്ക് കഷ്ണമായിരിക്കും ആ അമ്മ കഴിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ ബേക്കറി ഐറ്റം കരിക്ക് കൊണ്ട് എവിടെല്ലാം വെച്ചു കൊടുക്കുക, അവിടെല്ലാം മോനെ ഈ പട്ടിണിയാണ്, കരിക്കുന്നുള്ള ആ വ്യതിചലനം, ആ മാറ്റം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഓണാഘോഷം നമ്മൾ എന്തിനാണ്? ഒരു ഗെറ്റ് ടുഗദറാണ്, ഒരു ഫെലോഷിപ്പ്. നമ്മളെല്ലാവരും ഒന്നാണ്. ഞാൻ പ്രത്യേകിച്ച് പറയാണ്, ഭോവൻപള്ളി അസോസിയേഷൻ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് രാത്രിയായാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ആരെയെങ്കിലും അറിയിച്ചാൽ മതി. ആ സമയത്ത് ഞങ്ങൾ 4-5 പേര് അവിടെ കാണും. നിങ്ങൾക്കൊരു കല്യാണത്തിന് ഒരു ഹാള് വേണം, ഈ എംഎംആർ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതിനെക്കാട്ടി 30,000-40,000 രൂപ ഞാൻ കുറച്ച് ധരിപ്പിക്കാം. ഒരു ഡെക്കറേഷൻ വേണം, അത് ധരിപ്പിക്കാം. ഒരു ആഹാരം വേണം. ഇതെല്ലാം BMW ഭോവൻപള്ളി മലയാളി വെൽഫെയർ അസോസിയേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരെ സഹായിക്കുന്നതാണ്. ഒരു മരണം സംഭവിച്ചു, ഒരു മോർച്ചറി വേണം, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ വേണം. ഇതെല്ലാം നിങ്ങൾ ഒരിക്കലും BMW മറക്കരുത്. എന്തിനാണ് ഈ അസോസിയേഷൻ? പല ആൾക്കാരും ചിന്തിക്കും, അസോസിയേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്കറിയാം
ഈ ലോകത്ത് ഇവിടെ ജീവിക്കുമ്പോൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന മറ്റേ ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത സമയങ്ങളാണിത്. അന്നേരം നിങ്ങൾ ചിന്തിക്കും, ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ബോഡി എടുക്കാൻ ആരെങ്കിലും വന്നേനെ. ഞാൻ അനുഭവിച്ചിട്ടുള്ള, ഞാൻ ഈ ഹൈദരാബാദിൽ അനുഭവിച്ചിട്ടുള്ള സബൽഗുഡയിൽ ഒരു മരണം നടന്നപ്പോൾ ആ അപ്പച്ചൻ അവിടെ മരിച്ചു കിടക്കുകയാണ്. സ്വന്തം മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. രാത്രി 11 മണിക്ക് എനിക്ക് ഫോൺ വന്നു. ഞങ്ങൾ ചെന്നിട്ട് ആ മക്കൾക്ക് എന്താണെന്ന് അറിയുന്നില്ല, എവിടെ ജനിച്ചു വളർന്നതാ എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളെ വിളിച്ചു. രാത്രി 11 മണിക്ക് അവിടെ ചെന്നിട്ട് 11 മണിക്ക് ഞങ്ങൾ അവിടെ ഐസിന്റെ ബാറ് വാങ്ങിക്കൊണ്ടുപോയി ആ ബാത്റൂമിൽ ഇട്ടിട്ട് ബാത്റൂമിന്റെ ആ ഐസ് ബാറിന്റെ മണ്ടയ്ക്ക് ആ ബോഡി കിടത്തി. രാത്രി 12 മണിക്ക് നിങ്ങൾ ആലോചിക്കാം. അപ്പൊ പല ആൾക്കാരും ചോദിക്കും സംഘടന എന്താണെന്നുള്ളത്. ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും അറിയണം, എല്ലാ ജനങ്ങളും അറിയണം. നമ്മൾ 180 മെമ്പർ, 165, 170 മെമ്പറോളം ഇപ്പൊ ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചേ. നമ്മുടെ ജനറൽ ബോഡി പറയും നമ്മള് 1500 രൂപ ഒരു ഫാമിലിക്ക് വേണമെന്നുള്ളത്. ഈ 1500 രൂപ വെച്ച് 170 ഫാമിലിക്ക് നമ്മൾ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും അറിയാം? 2.5 ലക്ഷം രൂപ കിട്ടും. ഈ 1500 രൂപ കൊണ്ട് നമുക്ക് കിട്ടുന്നത് 2.5 ലക്ഷം രൂപയാണ്. നമ്മുടെ ഈ ഓണാഘോഷത്തിന്റെ ചെലവ് ഏകദേശം 6 ലക്ഷം രൂപയാണ്. ബാക്കി നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? നല്ലവരായ നമ്മുടെ സംഘടനയുടെ ആൾക്കാർ ഇവിടെ ഉണ്ട്. പല ആൾക്കാരും അവര് പേര് പറയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. അവര് തരുന്ന സഹായം ഏത് സമയത്തും നമ്മുടെ BMW ഈ സമയത്ത് ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം പല പ്രാവശ്യവും നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമേ ഫൈനാൻസിന്റെ കാര്യം പറയുന്ന പൈസയില്ല. ഈ പ്രാവശ്യം ഞാൻ പറയുന്നു ഞങ്ങൾക്ക് പൈസ ഉണ്ട്, ഞങ്ങളുടെ എല്ലാ ചെലവും ഞങ്ങൾക്ക് കിട്ടി. വളരെ സന്തോഷത്തോടെ നമ്മുടെ മെമ്പേഴ്സ്, എനിക്കതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഈ പ്രാവശ്യം ചെന്നപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് വളരെ സന്തോഷത്തോടു കൂടി 1500 അല്ലേ, ഒരിക്കലും 1500 തന്ന 1-2 പേര് കാണും. നമുക്ക് പൈസ അല്ല ആവശ്യം. ഞാൻ എല്ലാവരോടും പറഞ്ഞത്, നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനോട് പറഞ്ഞത്, നമുക്ക് പൈസ അല്ല ആവശ്യം. നമ്മുടെ മെമ്പേഴ്സിനെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരിക. മറ്റുള്ളവര് കരുതി കൂട്ടി നമ്മളെ സഹായിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ ജനറൽ ബോഡി കൂടിയപ്പോൾ നമ്മൾക്ക് ഒരു ഓഫീസുണ്ട്. അതിന്റെ മണ്ടയ്ക്ക് ഒരു സ്ലാബ് കൂടി ഇടാമെന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയുണ്ടായി. ഈ ഓണാഘോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മണ്ടയ്ക്ക്, നമ്മുടെ ഓഫീസിന്റെ മണ്ടയ്ക്ക് ഒരു സ്ലാബ് കൂടി ഇടുവാൻ പോവുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സംഘടനയിലുള്ള ആൾക്കാരും നമ്മളോട് സഹകരിച്ചു. നമ്മുടെ സ്പോൺസേഴ്സ് ആയിട്ട് 2 പേരാണ് നമുക്കുള്ളത്. സ്വാഗത പ്രസംഗത്തിൽ അവരെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്ന നമ്മുടെ ഡ്യൂട്ടിയാണ്. ഒന്ന് നമ്മുടെ മലബാർ ഗോൾഡ്. എപ്പോൾ ചെന്ന് കൈ നീട്ടിയാലും നോ എന്നുള്ളൊരു വാക്ക് പറയത്തില്ല. ബാബുവേട്ട അല്ലെങ്കിൽ അപ്പുവേട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഴുതിക്കോ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് മീറ്റിംഗിൽ അങ്ങനെ സാധാരണ ജിജേഷിനെ കാണാറില്ല. ഇന്ന് എന്തായാലും നമ്മുടെ ബോധപ്പള്ളി അസോസിയേഷന്റെ മീറ്റിംഗിൽ കുറച്ച് സമയം ചെലവഴിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ടുള്ള നന്ദി, പ്രത്യേകം വെൽക്കം. ഈ ഞങ്ങളുടെ BMW ഓണ പരിപാടിയിലേക്ക് പ്രത്യേകമായിട്ട് അറിയിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻക്രെഡിബിൾ ഇന്ത്യ സുന്ദരേശ്വരമുണ്ട്, വിക്രംപിള്ളയുണ്ട്, അല്ലാതെ നമ്മുടെ മെമ്പേഴ്സ് ഉണ്ട്. ഈ മലബാർ ഗോൾഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇൻക്രെഡിബിളിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. എപ്പം ചെന്ന് കഴിഞ്ഞാൽ ബോധപ്പള്ളിക്ക് ഒരു പ്രത്യേക പരിഗണന ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രമനും സുന്ദരേശ്വരനും നമ്മുടെ ബോധപ്പള്ളി മലയാളി അസോസിയേഷന്റെ റെപ്രസെന്റേഷൻ ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകം അവരോട് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇന്ന് നെടുങ്ങാനി സാർ വന്നിട്ടില്ല. അതിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് സുന്ദരേശ്വരൻ സ്റ്റേജിലുണ്ട്, വിക്രമൻ പിള്ളയുണ്ട്. പ്രത്യേകമായിട്ട് ഈ ബോധപ്പള്ളി മലയാളി അസോസിയേഷനിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ
പ്രത്യേകമായിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങില് സ്പെഷ്യലായിട്ട് നമ്മുടെ കാൻസറിന് നന്ദി പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ഈ ഓണാഘോഷത്തില് one special thanks for your cancer. Today our special guest for this honor program. പിന്നെ ഇനി നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന ആരെയും നമുക്ക് സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം നമ്മളുടെ സംഘടനയാണ്. പിന്നെ ഞാൻ നമ്മളോട് സഹകരിച്ച് നമ്മുടെ പില്ലറായിട്ട് നിൽക്കുന്ന കുറച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട് ഇവിടെ. അവരാണെങ്കിൽ അവരുടെ പേര് പറയാൻ പോലും ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. ഞാൻ പക്ഷെ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ പേര് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ മറ്റുള്ളവർ കല്ലെറിയും. അതുകൊണ്ട് ഞാൻ ആരും പേരെടുക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് വലിയ എമൗണ്ട് തന്ന് സഹായിച്ച പല വ്യക്തികളും ഇവിടെ ഉണ്ട്. അവർക്ക് ഞാൻ പ്രത്യേകം ഈ സമയത്ത് നന്ദി അറിയിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന ഈ മീറ്റിംഗിലേക്ക്. അതുപോലെ SNES, NSS, അതുപോലെ NSK ഇവിടെയുള്ള റെപ്രസെന്റേഷൻ ഉണ്ട്. അവർക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മൾ പുതിയ മെമ്പർഷിപ്പ് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കളക്ഷന് പോയപ്പോൾ ഒരു 3-4 പുതിയ മെമ്പർഷിപ്പ് ഉണ്ട്. അവരെ പ്രത്യേകം സ്റ്റേജിലേക്ക് ആദരിക്കുന്നുണ്ട്. അവർക്കും പ്രത്യേകം സ്വാഗതം. അതുപോലെ തന്നെ സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ അനന്യ ഗ്രൂപ്പുണ്ട്, നമ്മുടെ തിരുവാതിര ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ സൗണ്ട് ആൻഡ് സിസ്റ്റം. ബാക്കി എല്ലാവരും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ പൂക്കളമിട്ട നമ്മുടെ സുനില്, പ്രകാശന്റെ മകന്, പിന്നെ രജിത ഉണ്ടായിരുന്നു. എല്ലാവരും BMW എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബത്തിന്റെ കൂട്ടുള്ള സഹകരണമാണ്. അതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് സ്വാഗതം അർപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും എല്ലാവരും നമ്മുടെ ലോക കേരള സഭ നമ്മുടെ BCR നായർ സാർ വന്നിട്ടുണ്ട്. നമ്മുടെ സംഘടനയെ പറ്റി ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞുകൊടുത്തേ. നമ്മുടെ സംഘടന ഇത്രയും ബലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ചിന്തിക്കുക, ഓരോ പൈസയ്ക്കും അതിന്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നവര് ലോക കേരള സഭയുടെ നമ്മുടെ BMW റെപ്രസെന്റേഷൻ ആണ് ഒരാള്, നമ്മുടെ സുരേന്ദ്രൻ കർണാടക. അദ്ദേഹത്തിന്റെ വലിയൊരു അഡ്വൈസ് നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മുടെ ലോകായുക്തയിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് നമ്മുടെ മാത്യു കോശി സാർ. അപ്പൊ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്നവരുടെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ ആദ്യമേ ആലോചിക്കുക. അപ്പോൾ സംഘടനയുടെ വലുപ്പത്തെ കുറിച്ചോ അതിന്റെ വിജയത്തെ കുറിച്ചോ എനിക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കണം. സ്പെഷ്യൽ വെൽക്കംസ് അവർ മീഡിയ പീപ്പിൾ ഓൾ. ഞാൻ എന്റെ വാക്കുകളെ നിർത്തി ഉണ്ടോ? ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ ആരുടെയും പ്രത്യേകമായിട്ട് പേര് പറയുന്നില്ല. കാരണം ഒരാളുടെ പേര് വിട്ടുപോയി കഴിഞ്ഞാൽ ഇവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. ഞാൻ അതുകൊണ്ട് ആരെയും പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ പ്രത്യേകമായിട്ട് നമ്മുടെ 13ാമത്തെ ഓണവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പിന്നെ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ഈ BMW അസോസിയേഷനില് പല ഇൻഡസ്ട്രീസും ഉണ്ട്, പല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. നമ്മൾക്ക് എത്രയും നമ്മുടെ ആൾക്കാരെ മോട്ടിവേഷൻ ചെയ്യാൻ സാധിക്കുമോ അത് നമ്മൾ ചെയ്യണം. നമ്മളിവിടെ ഒരു ബാനർ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ BMW മെമ്പറാണ്. ഡൊമസ്റ്റിക് ആയാലും ഇന്റർനാഷണൽ ആയാലും ഫ്ലൈറ്റ് ടിക്കറ്റ്. നമുക്ക് ലിഫ്റ്റ് ഉണ്ടാക്കുന്ന നമ്മുടെ 2-3 കമ്പനിക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഡെവലപ്മെന്റ് ചെയ്യുന്ന നമ്മുടെ ബിസിനസ് പ്രൊമോട്ടർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ BMW പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്പറാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഒരു കൺസെഷൻ തരും. അതുകൊണ്ട് നമ്മുടെ ബിസിനസ് പ്രൊമോട്ടർ നമ്മുടെ ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും വല്ല ഓർഡർ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ ഷാജി പണിക്കർ സാറിന് പറയാറുണ്ട്. അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചീഫ് ഗസ്റ്റ് വരുമ്പോൾ അതിവിടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് എനിക്ക് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ട്, മീൻസ് ആസ് എ കേണലായിട്ട് ആർമി
ആർമിയിൽ വർക്ക് ചെയ്തു വന്ന വ്യക്തിയാണ്, റിട്ടയർഡായി. പക്ഷെങ്കിലും അദ്ദേഹത്തെ ഞാൻ വളരെ അധികം സ്നേഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ക്യാൻസർ രോഗത്തിൽ നിന്ന് വിടുതല കിട്ടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിൽ പവർ എത്രയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ക്യാൻസറിനെ അതിജീവിച്ച് എല്ലാം ആ വിൽ പവർ കൊണ്ട് അദ്ദേഹം ഇപ്പോൾ പുസ്തകം എഴുതാൻ തുടങ്ങിയിരിക്കുകയാണ്. 4ാമത്തെ 3ാമത്തെ എഡിഷനാണ്. അദ്ദേഹം അതിനെപ്പറ്റി സ്പീച്ച് ചെയ്യും. സാറിനും പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ വാക്കുകളെ നിർത്തുന്നു. സ്പെഷ്യൽ സ്വാഗതം നമ്മുടെ 2 സഹോദരിമാരുണ്ട്. അവര് നമ്മുടെ ആൾക്കാരാണ്. സ്പെഷ്യൽ എനിക്ക് പറയേണ്ട കാര്യമില്ല. താങ്ക് യു വൺസ് അഗൈൻ ടു ഓൾ അവർ മെമ്പേഴ്സ്. താങ്ക് യു സാർ. ബാബു സാർ എല്ലാം വിശദമായി സംസാരിച്ചു. അടുത്തതായി പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി നമ്മുടെ ചെയർമാൻ വി അപ്പുക്കുട്ടൻ നായരെ ക്ഷണിക്കുന്നു. ഈ സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മൾ ചീഫ് ഗസ്റ്റായിട്ട് നമ്മള് ഒരു ഏരിയയുടെ കോർപ്പറേറ്ററെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം വരാൻ ലേറ്റ് ആകുന്നതിന് പേര് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. BMW അഡ്വൈസറും ലോക കേരള സഭ മെമ്പറും ബഹുമാനീയനായ ശ്രീ കണ്ണാട്ട് സുരേന്ദ്രൻ നായർ അവർ, കൂടാതെ പൊൻപള്ളി BMW വൈസ് ചെയർമാനും തെലങ്കാന ലോകയുക്ത ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുമായ ശ്രീ മാത്യു കോശി അവർ, BMW സെക്രട്ടറി ശ്രീ ബാബുണ്ണി അവർ, ജോയിന്റ് സെക്രട്ടറി ശ്രീ ടി പത്മനാഭൻ, ഓർഗനൈസേഷൻ സെക്രട്ടറി എസ് പ്രകാശ് നായർ, ഖജാൻജി TV വേണുഗോപാൽ അവർ, അഡ്വൈസർമാർ, പ്രോഗ്രാം കൺവീനർമാർ, മറ്റു ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, അതോടൊപ്പം പൊൻപള്ളി മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കും മറ്റ് അതിഥികൾക്കും മാധ്യമ പ്രവർത്തകർക്കും BMW ചെയർമാൻ എന്ന നിലയിൽ എന്റെ ആശംസകൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓണത്തിനെ പറ്റി ഒന്നും അധികം പറയുന്നില്ല. കാരണം ഓണം കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞ് കന്നിമാസം വന്നു. അവസരം പറഞ്ഞ മാതിരി പണ്ട് നമ്മുടെയൊക്കെ പൂർവികർ പറയാറുണ്ടായിരുന്നു കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഓണം വരുന്നതിന് 1 മാസം 2 മാസം മുമ്പ് വീടിന് ചുറ്റുമുള്ള മാവുകളെല്ലാം വെട്ടി ആയിട്ട് നല്ല കീറി ഉണക്കി വെക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് കാണം വിറ്റ് ഓണം ഉണ്ണേണ്ട കാര്യമില്ല. എല്ലാവരും വിദ്യാഭ്യാസവും സമ്പന്നരും ഇന്ന് സാമ്പത്തികവും ഉള്ളവരുമാണ്. ഇന്ന് എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ പണ്ടത്തെ ആ സ്റ്റേജ് ഇന്ന് ആർക്കും ഇല്ല. അത് വരാതിരിക്കട്ടെ എന്ന് സർവേശ്വരോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ സംഘടന രൂപം കൊണ്ടത് ഞങ്ങൾ 7-8 പേര് 2010 തുടങ്ങി വെച്ച സംരംഭം 2011 അത് രജിസ്റ്റർ ചെയ്യുകയും അതിൽ ഉൾപ്പെട്ട 2 പേർ നമ്മളെ വിട്ടുപോവുകയും ചെയ്തു. അതിൽ വളരെ വിഷമമുണ്ട്. ആ 2 പേരും നമ്മളിൽ നിന്നും വിട്ടുപോയതിൽ ഇതിന്റെ സംഘടനയ്ക്ക് തീരാ നഷ്ടങ്ങളുമുണ്ട്. ബാക്കിയുള്ളവരെല്ലാം കൂടെ ഉണ്ട്. അതിന്റെ ഫൗണ്ടറായിട്ടുള്ള രാജേഷ് പിള്ള അവറുകൾ, വേണുഗോപാലൻ അവറുകൾ, അവർ 2 പേരും നാട്ടിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അർമോ സാറും ബാബു സാറും അന്ന് ഞങ്ങളുടെ കുഴപ്പം നിന്നിരുന്ന എല്ലാവരും ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ പൊൻപള്ളി സംഘടനയിൽ പ്രവർത്തിക്കുന്നു. ഇനി അങ്ങോട്ട് ഉള്ള കാലങ്ങളിൽ അത് പ്രവർത്തിക്കാനുള്ള സമയവും സന്ദർഭവും അതിനുള്ള ശക്തിയും തരട്ടെ എന്ന് സർവേശ്വരോട് പ്രവർത്തിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ സംഘടനയിൽ 195 പരം മെമ്പർമാരുണ്ട്. നമ്മുടെ ഈ സ്വന്തമായുള്ള ബിൽഡിംഗിന്റെ പുരോഗമനത്തിന് വേണ്ടി ഓരോ മെമ്പർമാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. പുരോഗമനം എന്ന് പറഞ്ഞാൽ ബാബുസാർ ഇപ്പൊ പറഞ്ഞു. അതിന്റെ മുകളിൽ നമ്മൾ വായിച്ച ബിൽഡിംഗിന്റെ മുകളിൽ ഈ ഓണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ അതിന്റെ മുകളിൽ ഒരു സ്ലാബ് കൂടി ഇടണമെന്നുള്ള ഞങ്ങളുടെ അഡ്വൈസർമാർ 2 പേരും ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാ തീരുമാനപ്രകാരം
ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ബാബു സാർ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. അത് ചെയ്യേണ്ട ബാധ്യതയും ഞങ്ങൾക്കാണ്. ഞങ്ങളെ വിശ്വസിക്കാം എല്ലാവർക്കും. കൂടാതെ പലവിധ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ മെമ്പർമാരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ BMW വിലയേറിയ സഹായവും പരസ്യവും നൽകി ഞങ്ങളെ നിർലോഭം സഹായിക്കുന്ന ഓരോ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പ്രത്യേകം ആശംസകൾ രേഖപ്പെടുത്തുന്നു. ഈ ആഘോഷ പരിപാടി BMW ഒരുക്കുന്ന കൾച്ചർ പ്രോഗ്രാം, അതോടൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയും നിങ്ങൾ ഓരോരുത്തരും ആസ്വദിക്കണമെന്ന് സ്നേഹത്തോടെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you, sir. It is a distinct honor to invite our guest of honor, Dr. Khan Swab, sir, to address us. Can you please share a few words with us, sir? I'm Ramesh Khan. I'm so happy to be with the Malayali Association of Boinpalli. Apparently they have different chapters. So Malayali Association, but every region has a separate section for the convenience of the residents of that particular area. So I'm looking forward when it comes to move to Secunderabad, but I already missed one of the sessions earlier, 2 or 3 days before. But I hope to be in touch more often now, because I know Kerala is known to be God's own country. I've been there a few times, and from there I go to visit some of my cousins in Munnar and all that, which are nearby. And I think you have to drive down to Cochin and from there whatever. So that's a separate story. So I'm here now because I've already got an honorary doctorate for community bridging from German University. And I normally make sure that people of different faiths and communities mingle. And I've been hosting Holi for the last 45 years without a single break. Though I'm a Muslim, and I do it in the name of Mahbub Ali Khan, who was the 6th Nizam, who was my great-grandfather. So he used to even pray in Hindu temples because of his subjects. They were mostly Hindu. So I've been following that tradition, and so I've been hosting Holi in his name. And today I'm so delighted that I got this opportunity to associate with Kerala now. Normally, all the other people are local or expats from foreign countries. But this is the first or second time I'm getting a chance to interact with some another state in India, apart from Telangana, because my family was the rulers of Hyderabad Deccan, which consisted of Hyderabad State. Hyderabad State included Aurangabad in Maharashtra and Bidar in Karnataka. It was a big place, about 90,000 square miles, which is bigger than most of the European countries like England and Scotland put together. So now I've been chosen by the family because now there's no Nizam as a ruler. So from 1971 onwards, in 1948, Hyderabad was invaded by the Indian Army, and Hyderabad has joined India from 1950. So now, without having any kind of a Nizam for the last 71 years, the family, which I call the dynasty because they are from a ruling family, they're all royals, and they're all certified by a certain trust, which they are part of, to certify authentically that they are Nizam's family, because they collect some money every month. So those people have nominated me. And apart from that, the 7 Nizam children, a majority of them have nominated me on appropriate legal documents to make me the 9th Nizam of the Asif Jahi dynasty. The dynasty is nothing else but the family. And so now I'm like the democratic Nizam. I've been chosen by consensus as per Islamic law, because there's no law of primogeniture in Islam. Like even the Prophet's successor, Abu Bakr Siddiqui,
Rahmatullah alayhi, he was a father-in-law of the Prophet. He was chosen by consensus, same as two other people after that. So it's a democratic country now, and the family is democratic. I've been chosen, and I'm a democratic Islam in the sense I don't hold myself seriously above other people of my family. And I'm supposed to lead them into the mainstream India now and get them used to being with everyone else and live, the normal life of Indian people without actually forgetting the past and the old culture, which is a glorious culture. So I'm trying to see what all I can do to bring up the culture. Like you have your Malayali culture. They had their own culture because they ruled for 230 years, 223 years actually. And so they have a very specific culture to themselves. And if you count from the Nizam one, the whole family is about 4,500 members. So there must be much more because they all 4,500 are from one society called Sahibzade Khan or Sarfakhas. So obviously there are a lot more people who are not registered. So maybe we'll find a way of doing it because right now, if you're not registered with that society, it's very difficult to prove you're the Nizam. So slowly we'll take it up and see that, I'll integrate the other people, maybe another 5,000-7,000 people. And it's a big task, so I'll have to take it up and see that I can do it successfully. It's very daunting, but I'm ready to go ahead with it. And my name is Raunak Yar Khan. I'm now pronounced as by my family, by consensus, as the 9th Nizam of the Asif Jai dynasty. And I would like to add, like a first democratic Nizam of Hyderabad after India. After India becoming a democracy. Thank you very much. Thank you, sir. നല്ലൊരു കൈയടി നമ്മുടെ മലയാളി അല്ലാത്ത ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആദിത്യമര്യാദ കാണിക്കേണ്ടത്? നമ്മുടെ ഖാൻ സാറിനെ ഷോൾ അണിക്കുന്നതിലും കൊമൻഡോ നൽകുന്നതിലും നമ്മുടെ ചെയർമാൻ കർണാട് സുരേന്ദ്ര സാറിനെയും സെക്രട്ടറിയെയും ക്ഷണിക്കുന്നു. ഖാൻ സാറിനെ മൊമന്റെയും ഷാൾ അണിക്കുന്നതിന് ചെയർമാൻ വി അപ്പുകുട്ടൻ നായരെയും നമ്മുടെ അഡ്വൈസറെയും ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ മലബാർ ബോർഡിന്റെ ജുനീദ് സാറിന് ഷോ അണിയിക്കുന്നതിന് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് സുന്ദരേശൻ സാറിന് ബൊക്കെയും ഷോളും അണിയിക്കുന്നതിനും അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ മുത്തം നരസിംഹ യാദവ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ മാവേലി മന്നൻ റെഡി ആയിട്ടുണ്ട്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മളെല്ലാവരും അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഷാളണിക്കുന്നത് DNWയുടെ ചെയർമാൻ വി അപ്പുകുട്ടൻ, നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ ഖാൻ സാബ്, ഗസ്റ്റ് ഓഫ് ഓണർ ഖാൻ സാബാണ് ഷാളണിച്ചത്. നമ്മുടെ ചീഫ് ഗസ്റ്റ് ഈ മുത്തം നരസിംഹ എത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ മാവേലി അടിക്കാൻ വേണ്ടി
వెల్కమ్ చేయడం కోసం బాబుడి సార్ని పిలిచినారు. मौदम नरसिम्हा और जग्गैया मामा, हम लोग मामा मामा बुलाते हैं, जग्गैया मामा। हेलो हेलो अभी 2026 में नहीं बोल सकता हूँ, क्योंकि फर्स्ट टाइम कॉर्पोरेटर बना ध्वजा राजी, दूसरा बात तीसरा बात जो कॉर्पोरेटर बना बीआरएस, एक टीआरएस और एक बीआरएस। अन्ना के बारे में बात कर रहे तो मेरा और अन्ना का रिलेशन ऐसा है, मैं कोई चीज अन्ना को जाके पूछेगा, अगर कोई भी प्रॉब्लम है, केरला वालों को कुछ प्रॉब्लम हो गया, नहीं तो केरला वालों को ऐसे ऐसा प्रॉब्लम हो गया, अन्ना एक ही बोलते हैं, भावना तुम कर लो, मैं पीछे हूँ, मैं आगे नहीं आता हूँ, मैं पीछे हूँ, तुम कर लो, एक ही बात करता हूँ। अभी आप लोग सोच लेना ये बात, तेलंगाना में इतना लोग इधर होके भी मेरे को एक वार्ड मेंबर अपने 119 डिवीजन में जो बनाया, उसका जो रिकमेंडेशन कॉर्पोरेटर के वजह से नॉमिनेशन के लिए फर्स्ट जो किया नरसिम्हा किया, तो अपन ये सोच लेना अपन से कितना प्यार करता करके। मैं ज्यादा टाइम नहीं लेता हूँ, अभी भी जाके ऐसे ऐसा हमारा ओणम प्रोग्राम में आना करके बोला, अन्ना मैं कुछ करना है, अभी मैं कैसे पूछ रहा हूँ ना, उनको ही मालूम है, कोई मैं विदाउट जस्टिफिकेशन कोई काम के लिए उसके पास जाता नहीं। अगर मैं गए समझो, अगर हजारों लोग मीटिंग में रहेगा तो अगर मेरे को उधर खड़ा रहेगा तो उड़ के मेरे पास आते हैं, भावना खाई के लिए किसके लिए आया, यही बात पूछते हैं। तो उनको भी ये मालूम है भावना जो आता है जस्टिफिकेशन के लिए आता है। अभी गणेश का टाइम हो गया, मेरे को ही मालूम है, मैं भी एक वार्ड मेंबर करके उसका नीचे काम कर रहा हूँ, मेरा वोट एक 160-170 गणेश को अपना एरिया में लगाया, कम से कम हर आदमी को 20,000 to 30,000 रुपीज कॉन्ट्रीब्यूशन किया, तो सोच लेना मेरा वोट 50 लाख रुपीज उसके लिए कॉन्ट्रीब्यूशन गया। फिर मैं क्या पूछ रहा, फिर भी मैं बोला ना साउंड सिस्टम आप ले लो, साउंड सिस्टम के लिए जो खर्चा है आप दे दो, बोला मैं कितना ना करके पूछा, 50,000 रुपीज, 50,000 रुपीज लेके मेरा हाथ में दे दिया, लेटर करके बोला। तो इसके लिए मैं बोला ये भी मैं अन्ना के पीछे है, अपने भवन मिल के ऑफिस बहुत छोटा है, अन्ना को भी मालूम है, सब कुछ मालूम है, मैं अन्ना को बहुत उसका पीछे है, लेकिन 200 स्क्वायर लैंड हमको दिए तो थोड़ा अच्छा ऑफिस बनेगा। अन्ना मेरे को प्रॉमिस किया हुआ है, आज नहीं तो कल, ये मेरे को कॉन्फिडेंस है, नरसिम्हा मोहनपल्ली लोगों के लिए एक ऑफिस के लिए जगह दिएगा, जरूर देगा, मैं लड़के लेगा, वो उनको ही मालूम है। मैं एक बात के लिए अगर लड़ने के शुरू हो जाता है तो उनको ही मालूम है, इसको काम करना, मेरे को काम करके जल्द छोड़ देना वो अच्छा है। उसके लिए अन्ना भी मेरे को प्रॉमिस किया हुआ है कि 200 स्क्वायर लैंड अपना मोहनपल्ली एसोसिएशन के लिए देगा, जरूर हम देंगे, उधर ऑफिस बनेगा, वो भी एक साल के अंदर मोस्ट प्रोबेबली हो जाएगा करके मेरे को गारंटी है। हमारा मामा भी बहुत पीछे है, मामा भी अपने केरला वालों को बहुत सपोर्ट करते हैं, हम लोग मामा बुलाता है, बहुत बड़ा हार्ड वर्कर है, अन्ना के साथ कभी भी रहता है। उसके लिए दोनों अपना नरसिम्हा को भी मामा को भी स्पेशल एज अ चीफ गेस्ट करके स्पेशल थैंक्स बोल रहा हूँ। अन्ना अभी दो बात करके, अन्ना को भी अभी मीटिंग है, शायद मीटिंग के लिए जाना पड़ता है, तो अन्ना को बोला था कि दो बात बोलने के लिए। మనందరికీ ఓణం శుభాకాంక్షలు. పెద్దలు ప్రెసిడెంట్
ఫ్రెండ్ మామన్న గారు, వేదికపైన పెద్దల పేర్లు కొంతమంది పెద్దలు, మా సీనియర్ లీడర్ కరజంగే మామ గారు, మన మామన్న 2009 నా ఫస్ట్ టైం కాన్ఫరెన్స్ లెక్చర్లో ఆయన పొద్దున 5 గంటలకు వచ్చి అలా బాలనగర్లో అంతా కేరళ అసోసియేషన్ అందరు ఉన్నారు, నేను అందరినీ తీసుకెళ్ళని అడగకుండాకే బాలనగర్ ప్రాంతంలో అందరు ఇంటికి తీసుకుపోయి నరసింహ కోటయ్య ఇప్పించిన ఒక మంచి నాయకుడు. బావన్న ఒక కమిట్మెంట్, ఒక పద్ధతి, ఒక సిస్టమేటిక్ వాళ్ళ సంఘం గురించి రాత్రి మొదలు కష్టపడి సంఘాన్ని ఎలా ఉంచాలని ఒక వ్యక్తిలో మొదట్లో ఉంటాడు కాబట్టి బావన్న కూడా చాలా అభిమానం. తప్పును తప్పని చెప్పి చూపించే వ్యక్తి కాబట్టి మేము కూడా బాగా లైక్ చేస్తాం. అలాగే మన సంఘం గురించి కూడా చాలా సార్లు చెప్పడం జరిగింది. తప్పకుండా బాబన్న చెప్పినట్టు పేద రాజనంలో నేను ఒక 100 गजाल एक 100 गज दे दूं बोल के मैं भरोसा है बावना 200 गज पूछ रहे 100 गज बोले तो भी 40-50 लाख रुपए की जमीन है आजकल, कैसे भी करके आपका संगम के लिए ये आने के साल में किधर भी निकाल के आपको संगम बनाने के वास्ते मैं पूरा पीछे रह के कर दूं बोल के वादा कर रहा हूँ। और एक अच्छा बुरे में जो भी है हमारे बोइनपल्ली से तो हम लोग पूरे आपका संगम के साथ हम है, कभी भी आधे रात को कुछ काम है तो हम आप लोग का पीछे रहता बोल के सबको ओणम का फिर एक बार शुभकामनाएं बोलते हूँ। थैंक यू, नमस्कार। അടുത്തതായി നമ്മുടെ പ്രജകളെയൊക്കെ കാണുവാൻ വേണ്ടി മാവേലി മന്നൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രജകൾക്ക് അനുഗ്രഹം ചൊരിയുന്നതായിരിക്കും. എന്റെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രജകൾക്കും വളരെ 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 സന്തോഷം. ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ ദീർഘായസും അഭിവൃദ്ധിയും ഐശ്വര്യം തന്ന് സമ്പൂർണമായി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്തതായി ഒരു ബുക്ക് റിലീസാണ്. റിട്ടയർഡ് ആർമി ഓഫീസർ കേണൽ ഡോക്ടർ ഷാജി പണിക്കർ, അദ്ദേഹം ഹ്യൂമൻ റൈറ്റ്സിൽ ഡോക്ടറേറ്റ് നേടി. ഓണാഘോഷത്തിനോടൊപ്പം അതിന്റെ സന്തോഷം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. വേദിയിൽ ഇരിക്കുന്ന ഡിഗ്നിറ്ററീസ്, ഒപ്പം അതുകൂടാതെ എത്തിയിരിക്കുന്ന എല്ലാ ഗസ്റ്റ്, എല്ലാ മെമ്പർമാരും, ബോവൻപള്ളി മലയാളി വെൽഫെയർ അസോസിയേഷന്റെ എല്ലാ മെമ്പർമാർക്കും അവരുടെ ഫാമിലീസിനും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഒപ്പം ഇന്ന് അതിപ്രധാനമായ ഒരു ദിവസം കൂടിയാണ്. ഒക്ടോബർ 2 നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം, ഫാദർ ഓഫ് ദി നേഷൻ. We cannot forget that because he put a lot of effort to get our independence. മഹാത്മാഗാന്ധി ജനിച്ചത് മഹാത്മാഗാന്ധി ആയിട്ടല്ല. He was മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം 1869 2 ഒക്ടോബറിൽ പോർബന്തറിൽ ജനിച്ചു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിന്റെ ബുക്കുകളിൽ പഠിച്ച അതേ ഓർമ്മയാണ് എനിക്ക് അതിപ്പോഴും. അദ്ദേഹത്തിൻ്റെയും പോളിസീസ് നമ്മളുടെ ഓണത്തിനോടനുബന്ധിച്ച് സ്നേഹവും സഹകരണവും ആത്മാർത്ഥതയും യൂണിറ്റിയും മഹാത്മാഗാന്ധിജിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഓണാഘോഷവും മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനവും അതിനോടൊപ്പം അതേ തുല്യത നൽകിക്കൊണ്ട് എൻ്റെ ഒരു ബുക്ക് ഇന്നിവിടെ റിലീസ് ചെയ്യുന്നു, വിസ്പേഴ്സ് ഓഫ് ദി വാലി. നമ്മളുടെ ഇടയിൽ പലരും കാശ്മീരിൽ പോകാത്തവരുണ്ട്. കാശ്മീരിന്റെ ബ്യൂട്ടി കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പോയിട്ടില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ അഭിമാനിക്കേണ്ടിയിരിക്കുന്നു. വളരെ സുന്ദരമായ ഒരു ഭൂപ്രദേശം. ഞാനെൻ്റെ 3ാമത്തെ ബുക്കാണിത്. എൻ്റെ ആദ്യത്തെ ബുക്ക് ദി ജേർണി ത്രൂ ലൈഫ് ഇൻ സെർച്ച് ഓഫ് സക്സസ്. അത് ഞാൻ എഴുതിയത് 2022 ഇതേ വേദിയിൽ
ബോവൻപള്ളി മലയാളി വെൽഫെയർ അസോസിയേഷന്റെ ഇതേ ആഘോഷത്തിൽ റിലീസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ബുക്ക് ദി ഫുൾഫിൽമെന്റ് ഇൻ യുവർ ക്രിയേഷൻസ്, എൻ്റെ രണ്ടാമത്തെ ബുക്ക്. കഴിഞ്ഞ വർഷം ഓണത്തിന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നതിനാൽ അത് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ഇക്കൊല്ലം എൻ്റെ മൂന്നാമത്തെ ബുക്ക് റിലീസ് ചെയ്യുന്നു. എനിക്ക് അതൊരു മഹാഭാഗ്യമായി കണക്കാക്കുന്നു. കാരണം നമ്മളുടെ ഇങ്ങനെയൊരു വേദിയിൽ നമ്മളുടേതായ ഒരു കമ്മ്യൂണിറ്റിയോടൊപ്പം ഇങ്ങനെ ഒരു ഗംഭീരമായ ഫംഗ്ഷനോടൊപ്പം ചെയ്യാൻ കഴിയുന്നതിൽ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. ഇതിന് വേദി ഉണ്ടാക്കി തന്ന മലയാളി വെൽഫെയർ അസോസിയേഷന്റെ ഓരോ അംഗങ്ങൾക്കും എൻ്റെ സ്നേഹവും എൻ്റെ വിനയമായ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. അതിൽ ചെയർമാൻ Mr. Sambukuttan Nair and Secretary Mr. Babu Unni, a best friend of mine, I can say, they initiated this and I oblige it. Thank you, Chairman and Secretary. So, ഞാൻ എൻ്റെ ബുക്കിനെ കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. എനിക്കറിയാം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹാർട്ട് ടച്ച് ചെയ്യും. ബ്യൂട്ടി ഓഫ് കാശ്മീർ. കാശ്മീരിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് മുതൽ there are a lot of things. So politically, naturally and സാമൂഹ്യപരമായിട്ടും അല്ലാതെ എല്ലാ രീതിയിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് കാശ്മീർ ഇന്നിപ്പോൾ നല്ലൊരു സ്റ്റേജിൽ യൂറ്റി ആയിട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ കാശ്മീരിലെ ജനത സന്തോഷകരമായിട്ട് അഭിവൃദ്ധിയോടുകൂടി അവിടെ കഴിയുന്നു. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഈ ബുക്ക് ആമസോണിലുണ്ട്. എൻ്റെ എല്ലാ ബുക്കും ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ട്സിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് ബുക്ക് വായിക്കൂ. നിങ്ങൾ കാശ്മീരിൽ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നല്ലൊരു ഓണാശംസകളും വീണ്ടും മഹാത്മാഗാന്ധിജിയുടെ ഹാപ്പി ബർത്ത്ഡേ എല്ലാവർക്കും നേർന്നുകൊണ്ട് നമസ്കാരം. നമ്മൾ കാശ്മീരിൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നല്ലൊരു കൈയടി. മൊമെന്റം നൽകുന്നത് ചെയർമാൻ വി അപ്പുകുട്ടൻ നായർ. അടുത്ത നമ്മുടെ ഷാജി സാറിന് ഷോൾ അണിയിക്കുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് നമ്മുടെ ഷാജി സാറിന് ഷോൾ ചീഫ് ഗസ്റ്റ്. ഇപ്പോൾ വേദിയിൽ നടക്കുന്നത് നമ്മുടെ പുസ്തക പ്രകാശനം കഴിഞ്ഞു. അദ്ദേഹത്തിന് ഷോൾ അണിയിക്കുന്നത് ഉദ്ധം നരസിംഹ യാദവ്. അടുത്തതായി നമ്മുടെ ലോക കേരള സഭാംഗം VCR നായർക്ക് ഷോൾ അണിയിക്കുന്നത് ചീഫ് ഗസ്റ്റ് ഉദ്ധം നരസിംഹ യാദവ്. Thank you, sir. Lines
നൽകിയിരിക്കുന്നു. ബോയിൻപള്ളി മലയാളി അസോസിയേഷൻ പേര് മിസ്റ്റർ സുരേഷ് സാറിനെ ആദരിക്കുന്നു. ఎమ్మెమరగడంలో మల్లాని సొసైటీ వాళ్ళు ఆనమి వాళ్ళు ఒక పండుగ ప్రోగ్రాం చేయడం జరుగుతుంది. ఇక్కడ ప్రతి ఏడాది మా సెక్రటరీ బాబన్న మిగతా అందరూ కూడా పెద్ద ఎత్తున అందరూ గ్యాదర్ అయ్యి ఆ పండుగ సెలబ్రేషన్స్ అన్నీ కూడా ఇక్కడ చేసుకొని అందరూ మంచిగా లంచ్ కానీ మిగతా విషయాలు ఏమైనా ఉన్నా కానీ అన్నీ కూడా చేసుకొని ఎప్పటికీ అంటే ఇప్పుడు దాదాపుగా 5-6 సంవత్సరాల సంది ఇక్కడ నేను ఓనం ప్రోగ్రాంకి వస్తున్నా. చాలా పెద్ద ఎత్తున చేస్తారు. ఇక్కడ ఫేరోజ్ కూడా బాలనగర్ ఇక్కడ చుట్టుపక్కల వీళ్ళ అసోసియేషన్ మల్లాని అసోసియేషన్ అందరూ కూడా వచ్చి పెద్ద ఎత్తున జరుపుకుంటారు. అందరికి కూడా ఓనమి మరొకసారి శుభాకాంక్షలు. థ్యాంక్ యూ. है वो आज जो फेस्टिवल जो हो रहा है वो अपना तेलंगाना में संक्रांति कैसा बनता है ऐसा सेम अपना केरला में जो ओणम फेस्टिवल जो है कोई भी कास्ट नहीं है, हिंदू मुस्लिम क्रिश्चियन सब मिलके जो बनाता है उसको वो त्योहार को अपन ओणम करके नाम देता है. वो ओणम आज इधर अपना मलयाली वेलफेयर बोनपल्ली मलयाली वेलफेयर एसोसिएशन आज इधर पार्टिसिपेट कर रहा है. ये पार्टिसिपेट के लिए हमारा कॉर्पोरेटर नरसिम्हा और गंगे मामा पूरा आ गया. पूरा मीडिया वाले को भी धन्यवाद करता हूँ. ये सक्सेसफुल करने के लिए हमारा अन्ना हमारा नेक्स्ट ईयर 200 स्क्वायर हमारा ऑफिस के लिए मलयाली एसोसिएशन के लिए देता करके ओवर भी किया हुआ है. थैंक यू. धन्यवाद. My name is Ronak Yar Khan. I've been invited by the Malayali Association of Boinpalli to inaugurate the event by lighting the lamp. So I was on time today, and surprisingly, I was, the event started exactly on time. I was quite delighted to, be here on the dot, and I was very impressed with them. So my intention is now to travel more often to Kerala because I've got a PhD in integrating different cultures. So this is just right up my line. I've been celebrating Holi for the last 45 years. It's the biggest Holi in Hyderabad, and I'm from the Nizam family. My great grandfather was Mehboob Ali Khan. And now I've been nominated by my family as the 9th Nizam of the Asif Jai dynasty. Dynasty, in other words, is just the family, the royal family. They're called dynasty because there's no Nizam from 1971 onwards. The family nominated me almost unanimously. In Islam, there's no such thing as a succession from father to son kind of a thing. And there's only ijma. Ijma means consensus. And my family's chosen me as the 9th Nizam of the Asif Jai dynasty now. And I'm very proud to be here to integrate my family into the Indian democracy. Since I'm the democratic Nizam, chosen by democracy, and I'm democratic because I don't claim everything on my own. I believe in democracy where every one of my family is with me together in this to be integrated in India while maintaining our original culture of the Nizams. And now I'd like to integrate integrate with the people of Kerala also because it's a beautiful country. Beautiful state. And it's called God's own country anyway. You must have heard about that. I'll end with that now. Thank you very much. I'm Ronak Yar Khan. అందరికీ నమస్కారం. ఐఎమ్ కన్నాడ్ సురేంద్రన్ నాయర్, లోక కేరళ సభా మెంబర్ ఇన్ తెలంగాణ. आज 13th Onam celebration, Boinpalli Malayali Welfare Association. We are all the Malayali in Telangana. We are to celebrate today. Every year we are conducting the Onam festival. That we are conducting today is a very largest scale. We are to do that. అందరూ ఇక్కడ తెలుగు క్రిస్టియన్ అట్లా ఏం లేదు, జాతి మత భేదం లేదు. అందరూ ఇక్కడే మనం కలిసి ఈరోజు ఓణాఘోషం చేస్తున్నాం. అందరికీ నమస్కారం. థ్యాంక్ యూ సో మచ్. Chegum na, amadi antara.